നമസ്കാരം. മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിലേക്ക് മറ്റൊരു വാഹനം കൂടി ക്രെറ്റയ്ക്കെതിരെ ശക്തമായിട്ടുള്ള വെല്ലുവിളിയുമായിട്ട് വരാൻ പോവുകയാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, 2025 ജൂലൈ മാസം ഡീലർഷിപ്പിൻ്റെ ഒരു മീറ്റിൽ അല്ലെങ്കിൽ ഡീലർ മീറ്റിൽ ഈ ഒരു വാഹനം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ടാറ്റയുടെ സിയറയാണ്. ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് സിയറ. ലുക്രേറ്റീവ് ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റാണ് ഈ ഒരു മിഡ് സൈസ് കാറ്റഗറി എന്ന് പറയുന്നത്. ക്രെറ്റയാണ് നമ്പർ 1 ആയിട്ട് ഈ ഒരു കാറ്റഗറിയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു വാഹനം. പക്ഷേ എന്തുകൊണ്ട് സിയറ എന്ന് ചോദിച്ചാൽ, ഇത് പ്രാക്ടിക്കാലിറ്റി അല്ലെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ യൂട്ടിലിറ്റിയൊക്കെ ഡിഫറൻ്റ് ആണ്. ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ സിയറയുടെ ലോഞ്ചിനെ കുറിച്ചിട്ടും അതുമാത്രമല്ല ക്വിഡ് എന്ന് പറയുന്ന വളരെ മികച്ചൊരു വാഹനം, അതിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യയിലേക്ക് വരുമോ അതിൻ്റെ സാധ്യതകളെ കുറിച്ചിട്ടുമാണ്. തീർച്ചയായിട്ടും ഈ ഒരു വാഹനം, അതായത് ക്വിഡിൻ്റെ EV ഒരുപാട് കാലമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരും എന്നൊരു വാർത്തയുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ഈ ഒരു വാഹനം ബ്രസീലിൽ അപ്ഡേറ്റഡ് വേർഷനായിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്കറിയാം, ടാറ്റയുടെ ചീഫ് ഡിസൈനറായിട്ടുള്ള മാർട്ടിൻ ക്ലാരിക്ക അദ്ദേഹം പറഞ്ഞത് സിയറ എന്ന് പറയുന്നത് ഒരു റാപ്പ് ഓവർ ഗ്ലാസ് കൈൻഡ് ഓഫ് ഡിസൈൻ വാഹനമായിരിക്കും. ഒരു വ്യത്യസ്തമായിട്ടുള്ള ബി പില്ലറാണ് അതിൽ വരുന്നത്. കുറച്ച് ബ്രോഡാണ്, പക്ഷേ ആ സെയിം കൈൻഡ് ഓഫ് ബി പില്ലർ തന്നെയാണ് ഇപ്പോൾ സിറോസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് വലിയൊരു പ്രത്യേകത അല്ലെങ്കിൽ അതിനെ ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. മുമ്പുണ്ടായിരുന്ന സിയറ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ കുറച്ചൊക്കെ ഛായ ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാൻ കഴിയും. എസ്പെഷ്യലി ആ ഒരു റാപ്പ് ഓവർ കൈൻഡ് ഓഫ് ഗ്ലാസ് ഡിസൈൻ, അത് യഥാർത്ഥത്തിൽ ഗ്ലാസ് ഇങ്ങനെ പൊതിഞ്ഞു പോകുന്നതല്ല, റൂഫിലൂടെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഫൈബർ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ അത് കാണുമ്പോഴത്തേക്കും ഇങ്ങനെ ഗ്ലാസ് പൊതിഞ്ഞു പോകുന്ന ഒരു പ്രതീതി നമ്മളിൽ ഉണ്ടാക്കും എന്നുള്ളതാണ്. 4300 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത്, 1800 മില്ലിമീറ്ററാണ് വിഡ്ത്ത്, 1600 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഹൈറ്റ്, 2650 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ വീൽ ബേസ്. ഇനി 2025 നവംബർ മാസം ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിക്കാണ് ഇപ്പോൾ വാർത്തകൾ വെളിയിലേക്ക് വരുന്നത്. ബോക്സി ആയിട്ടുള്ള ഒരു പ്രൊഫൈലാണ്, ന്യൂ മോണോകോക്ക് ചേസിസിലാണ് ഈ ഒരു വാഹനം വരാൻ പോകുന്നത്. 2 എഞ്ചിൻ ഓപ്ഷൻ തീർച്ചയായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാം. 170 PS പവറും അതുമാത്രമല്ല 350 Nm ടോർക്ക് നൽകുന്ന ക്രയോടെക്കിൻ്റെ 170 എന്ന് പറയുന്ന ആ ഒരു എഞ്ചിൻ, അതിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടഡ് ട്രാൻസ്മിഷനും തീർച്ചയായിട്ടും നമുക്കുണ്ടായിരിക്കും. ഓൾ വീൽ ഡ്രൈവിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും. അത് മാത്രമല്ല ഇലക്ട്രിക് വേർഷനിലും ഈ ഒരു വാഹനം വരും. വളരെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തെ ഒരു ഓഫീസ് എന്നുള്ള രീതിക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാനുള്ള ഓപ്ഷൻസും തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തീർച്ചയായിട്ടും 18 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ഈ ഒരു വാഹനത്തിലേക്ക് വരും. 4 സ്പോക്ക് ആയിട്ടുള്ള ആ ഒരു പുതിയ സ്റ്റിയറിംഗ് വീല്, ഇലൂമിനേറ്റഡ് ലോഗോയൊക്കെ ഉള്ള, ടാറ്റയുടെ ഇലൂമിനേറ്റഡ് ലോഗോയുള്ള ആ ഒരു സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നത്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, ടാറ്റ മോട്ടോഴ്സ് റീസെൻ്റ്ലി അവതരിപ്പിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഒരു 2 വർഷം മുമ്പേ തന്നെ അവർ ഈ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു. ടാറ്റയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയൊരു പെട്രോൾ എഞ്ചിൻ, അത് TGDI കാറ്റഗറിയിൽ വരുന്നൊരു പെട്രോൾ എഞ്ചിനാണ്. 170 bhp പവറും 280 Nm ടോർക്കുമുള്ള ആ ഒരു എഞ്ചിൻ ഈ ഒരു വാഹനത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. ക്വിഡ് എന്ന് പറയുന്ന വാഹനം നമുക്കറിയാം, ഇന്ത്യൻ മാർക്കറ്റിൽ വളരെ മികച്ച ചലനങ്ങൾ ഉണ്ടാക്കിയൊരു വാഹനം തന്നെയാണ്. റെനോയുടെ ഒരു അഭിമാന താരമെന്ന് നമുക്കതിനെ പറയാം. പക്ഷേ ക്വിഡിൻ്റെ ഇലക്ട്രിക് വേർഷൻ ഇന്ത്യയിൽ തലങ്ങും വിലങ്ങും ഒക്കെ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഓൾറെഡി ഡാഷ്യയും റെനോയൊക്കെ ഒരു കുടക്കീഴിൽ വരുന്ന വാഹന കമ്പനികളാണ്. അപ്പം ഡാഷ്യയുടെ തന്നെ സ്പ്രിംഗ് എന്ന് പറയുന്ന ഒരു EV യൂറോപ്യൻ മാർക്കറ്റിലൊക്കെ വിൽക്കുന്നുണ്ട്. ക്വിഡ് E-Tech എന്ന് പറയുന്ന ഇലക്ട്രിക് വേർഷൻ, അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രസീൽ മാർക്കറ്റിലൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഡാഷ്യ സ്പ്രിങ്ങിൻ്റെ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതേ അപ്ഡേഷൻ എടുത്തിട്ട് റെനോ ക്വിഡിൻ്റെ E-Tech എന്ന് പറയുന്ന വാഹനത്തിന് കൊടുത്തു. അല്ലെങ്കിൽ റെനോയുടെ ബ്രസീലിലുള്ള ക്വിഡ് E-Tech എന്ന് പറയുന്ന ഇലക്ട്രിക് വാഹനത്തെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡാഷ്യയുടെ സ്പ്രിങ്ങിനെ റീബാഡ് ചെയ്തിട്ട് ബ്രസീലിൽ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ രൂപയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 16 ലക്ഷത്തോളം രൂപ വരുന്നുണ്ട്. 26.8 kWh ബാറ്ററി പാക്കാണ് വരുന്നത്. അഡാസ് ലെവൽ 1 വരുന്നുണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും ഈ ഒരു വാഹനത്തിൻ്റെ മിക്കവാറും എല്ലാ ഭാഗങ്ങളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഇംഗ്ലീഷ് ആൽഫബറ്റിലെ Y എന്ന അക്ഷരത്തെ നമുക്ക് കാണാൻ കഴിയും. Y ഷേപ്പ്ഡ് ആയിട്ടുള്ള LED DRLs കാണുന്നുണ്ട്. Y ഷേപ്പ്ഡ് ആയിട്ടുള്ള LED ടെയിൽ ലാംപ്സ് കാണുന്നുണ്ട്. ഈവൻ AC വെൻറ്റിൻ്റെ പാറ്റേണിൽ വരെ ആ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആയിട്ടുള്ള Y നമുക്ക് കാണാം. ഇതെല്ലാം വരുന്നത് ഡാഷ്യയുടെ സ്പ്രിംഗ് എന്ന് പറയുന്ന ഇലക്ട്രിക് വേർഷനിൽ കണ്ടുള്ള ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ്. ഇനി അത് മാത്രമല്ല, ഫ്രണ്ടിലാണ് ചാർജിങ് സ്പോട്ട് വന്നിട്ടുള്ളത്. 65 bhp ഒരു മോട്ടറാണ് ഇവിടെ വന്നിട്ടുള്ളത്. 0 to 100 എടുക്കാനായിട്ട് 14.6 സെക്കൻഡാണുള്ളത്. ഒരു 14 ഇഞ്ചിൻ്റെ സ്റ്റിയറിംഗ് വീല് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 10.1 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ഈ ഒരു വാഹനത്തിലേക്ക് വരുന്നുണ്ട്. ലെവൽ 1 ആണ് അഡാസ്. തീർച്ചയായിട്ടും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു പ്രൈസിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 16 ലക്ഷം രൂപയ്ക്കൊക്കെ അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്താൽ ആരും വാങ്ങാൻ പോകുന്നില്ല. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്
അണ്ടർ 250 കിലോമീറ്റർ ആണ്. അപ്പോൾ അത്രയും റേഞ്ചുള്ള ഒരു വാഹനം ഈ ഒരു വിലയിൽ ആരും വാങ്ങില്ല. കാരണം ആ വില കൊടുത്തു കഴിഞ്ഞാൽ നല്ല വാഹനം അല്ലെങ്കിൽ ഇലക്ട്രിക് വാഹനം ഇവിടെ കിട്ടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു വാഹനം ഇന്ത്യൻ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ മാക്സിമം നല്ല ടെക്നോളജി കൊടുത്തിട്ട് നല്ല റേഞ്ച് കൊടുത്തിട്ട് ഒരു കോമ്പാക്ട് സൈസിലൊരു വാഹനം കൊണ്ടുവരാനാണ് അവർ ശ്രമിക്കുന്നത്. എന്തായാലും ക്യുഡ് ഇന്ത്യയിൽ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതായത് ഇലക്ട്രിക് വേർഷനാണ് ഞാൻ പറഞ്ഞത്, അത് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് വേണം നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.